നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പഞ്ചായത്ത് അധികൃതരുടെ ഉത്തരവിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആ ഉത്തരവിനെ വെല്ലുവിളിച്ചുകൊണ്ട് കാലി വളർത്തലുകാർ കാലികളെ അഴിച്ചുവിട്ടിരിക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മലമ്പുഴ ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ള റോഡിലൂടെയാണ് കാലികൾ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. കാലികളെ അഴിച്ചുവിട്ടാൽ ഇതിന് പിഴ ഈടാക്കുമെന്നും എന്നിട്ടും കാലികളെ അഴിച്ചുവിടുകയാണെങ്കിൽ കാലികളെ പിടിച്ചുകെട്ടി ലേലം ചെയ്ത് വിൽക്കുമെന്നും ഇല്ലെങ്കിൽ കാലികളെ തിരിച്ച് ആവശ്യമുള്ളവർ പിഴ നൽകി കൊണ്ടുപോകണമെന്നുമാണ് നിയമവ്യവസ്ഥ. എന്നാൽ കാലികളെ അഴിച്ചുവിടുന്നത് നിയമവിരുദ്ധമാണെന്നും അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി ഉത്തരവ് ഇറക്കിയിരുന്നു. ഈ ഉത്തരവ് ഈ ചാനലിൽ പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോഴും കന്നുകാലികൾ രാത്രിയിൽ പോലും ഈ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഈ ഉത്തരവിനെ വെല്ലുവിളിച്ച പശു കർഷകർ അല്ലെങ്കിൽ കാലി വളർത്തുന്നവർ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. രാത്രിയിൽ ഇത്തരത്തിൽ കാലികൾ റോഡിലൂടെ അലയുമ്പോൾ ഇരുചക്ര വാഹനത്തിൽ വരുന്നവർ അപകടത്തിൽപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ മകനോ മകളോ ആണെങ്കിൽ എന്തു ചെയ്യും എന്നുള്ളത് കൂടി ഈ കാലി വളർത്തലുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് കാലികളെ പിടിച്ചുകെട്ടി വീട്ടിൽ തന്നെ വളർത്തുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ ഞാൻ ഇക്കാര്യം പറയുമ്പോൾ കാലി വളർത്തുന്നവർക്ക് എന്നോട് ദേഷ്യമോ വിരോധമോ കാണാം. അതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. അപകടം സംഭവിച്ചതിന് ശേഷം പരിതപിച്ചിട്ട് കാര്യമില്ല. പഞ്ചായത്ത് അധികൃതരോട് ഒന്നേ പറയാനുള്ളൂ. പഞ്ചായത്ത് അധികൃതരുടെ അതായത് സെക്രട്ടറിയുടെ ഉത്തരവിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിൽ കാലികളെ അഴിച്ചുവിടുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത്. ഇതിലാരുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല. കക്ഷി രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. ഈ കാലികളുടെ മേൽ ഇടിച്ച് ഇരുചക്ര വാഹനത്തിൽ വരുന്നവർ അപകടത്തിൽപ്പെട്ടാൽ ആ അപകടം സംഭവിക്കുന്നത് കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടാണോ? അല്ല. ഈ കാലികളുടെ മേൽ ഇടിച്ചു വീഴുന്നവൻ ഏത് കക്ഷി രാഷ്ട്രീയക്കാരനാണെങ്കിലും അപകടം തന്നെയാണ്, അല്ലേ? അതുകൊണ്ട് കാലി വളർത്തലുകാർ സ്വയം ചിന്തിക്കുക. ഇത്തരത്തിൽ കാലികളെ അഴിച്ചുവിടാതിരിക്കുക. അഥവാ കാലികളെ വളർത്തുന്നവർ ഇത്തരത്തിൽ രാപ്പകൽ അഴിച്ചുവിടുകയാണെങ്കിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ശക്തമായ നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലാരും വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. അപകടം വന്നതിന് ശേഷം പരിതപിച്ചിട്ട് യാതൊരു കാര്യമില്ല. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.